ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ദേവിക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാളെ +2 ബയോളജി എക്സാം ആണല്ലോ. എല്ലാവരുടെയും പഠിത്തമൊക്കെ എവിടെ വരെയായി? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങളെ കാണിക്കാനാണ്. ഞാൻ ഇന്നലത്തെ എക്സാമിനറിൻ്റെ ബയോളജി ലൈവ് കണ്ടിട്ടായിരുന്നു ഇന്ന് പഠിച്ചിരുന്നത്. ഇന്ന് രാത്രിത്തെ ലൈവ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ പഠിത്തം ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ സ്റ്റഡി ബ്ലോഗ് കാണാം. അപ്പോൾ നമുക്ക് ലൈവ് കണ്ടുകൊണ്ടുള്ള പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻസ് എന്ന് പറയുന്ന പാഠമാണ്. അതിൽ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഗ്രോത്ത് മോഡൽസ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ലോജിസ്റ്റിക് ഗ്രോത്തും, അതിൻ്റെ ഗ്രാഫും അതിൻ്റെ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിലുള്ള ഇൻറ്ററാക്ഷൻസ്, കമൻസാലിസം, മ്യൂച്വലിസം, പ്രഡേഷൻ, അതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഞാൻ ലൈവ് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും എൻ്റെ രീതിയിൽ. അങ്ങനെ പഠിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നാറ്. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളായിട്ട് പറയുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും അതുപോലെ തന്നെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസും ആണ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൽ PCR ഭാഗം, അതുപോലെ തന്നെ ജെൽ ഇലക്ട്രോഫോറസിൻ്റെ ഭാഗം, ക്ലോണിംഗ് സൈറ്റിൻ്റെ ഭാഗം, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്, പിന്നെ പ്രോ ഇൻസുലിൻ മെച്യൂർ ഇൻസുലിൻ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബയോപൈറസിയുടെ ഡെഫിനീഷൻ, അതൊക്കെ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള പാഠത്തിൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ്, മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, ഡ്രോസോഫില വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയാലും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതൊക്കെ പ്രീവിയസ് ഇയറിൽ നല്ല രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മെൻഡേലിയൻ ലോസ്, അത് സ്റ്റേറ്റ് ചെയ്യാനും പിന്നെ അത് എക്സാമ്പിൾ തന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ രീതി. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന പാഠത്തിൽ നിന്ന് നമുക്ക് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എക്സാമിനറിൻ്റെ ബയോളജിയുടെ ബുക്കിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിലായാലും അടിച്ചു കൊടുത്തിട്ട് അതിൽ കിട്ടും, അതായാലും ചെയ്യാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. നല്ല രീതിക്ക് നമുക്ക് ഇത് സഹായിക്കും. നല്ല എക്സാമ്പിൾസൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ എക്സാം കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു റിവ്യൂ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.